നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഹോർമുസ് കടലിടുക്കിന് മുകളിൽ വെച്ച് ഇറാൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 2 പൈലറ്റുമാർ കടലിലേക്കാണ് ചാടിയത്. തുടർന്ന് 2 മണിക്കൂർ സുരക്ഷിതരായി കടലിൽ തന്നെ അവർ കഴിഞ്ഞു. പിന്നീട് അവരെ ഒരു അത്ഭുത പേടകം രക്ഷപ്പെടുത്തുന്ന കാഴ്ച. ശത്രുവിൻ്റെ മടയിൽ നിന്ന് ഒരു ഡ്രോൺ ഷിപ്പിൽ അവരെ രക്ഷപ്പെടുത്തിയ വാർത്ത ലോകം അത്ഭുതത്തോടെ വായിച്ചു. 5ാം തലമുറ യുദ്ധതലത്തിൽ എത്തി നിൽക്കുകയാണിപ്പോൾ ലോകം. നേർക്കുനേരുള്ള പോരാട്ടമായിരുന്നു ആദ്യ യുദ്ധകാലഘട്ടത്തിൽ നമ്മൾ കണ്ടത്. നിരനിരയായി നിന്നുള്ള സൈനികരുടെ ആക്രമണം. പിന്നീട് 2ാം തലമുറ യുദ്ധം, പീരങ്കികളും വൻതോതിലുള്ള വെടിവെപ്പും. 1ാം ലോകമഹായുദ്ധം അക്ഷരാർത്ഥത്തിൽ ലോകത്തെ കണ്ണീരണിയിച്ചു. ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ മരിച്ചു വീണത്. ലക്ഷക്കണക്കിന് ആളുകൾ അംഗവിഹീനരായി. 4ാം തലമുറ യുദ്ധത്തിലേക്ക് ലോകം കടന്നപ്പോൾ ഏറെ ഭയമായിരുന്നു മനുഷ്യരുടെ ഉള്ളിൽ. ഭീകരവാദം തലപൊക്കിയ നാളുകൾ. ഗറില്ല യുദ്ധരീതികൾ അവലംബിക്കുന്നു. ഒടുവിലിത ലോകം എത്തി നിൽക്കുന്നത് 5ാം തലമുറ യുദ്ധരംഗത്ത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡ്രോണുകൾ, സൈബർ ആക്രമണം, വിവരയുദ്ധം, സാമ്പത്തിക ഉപരോധങ്ങൾ, ബഹിരാകാശ സാങ്കേതികവിദ്യ, ലോകക്രമം തന്നെ മാറ്റിയെഴുതുന്ന യുദ്ധതന്ത്രം. മിക്കവാറും AI അടിസ്ഥാനപ്പെടുത്തിയുള്ള ആക്രമണ തന്ത്രങ്ങളാണ് ഇപ്പോൾ ലോകം മെനയുന്നത്, പ്രത്യേകിച്ച് അമേരിക്ക. ലക്ഷ്യങ്ങൾ തിരിച്ചറിയാനും ആക്രമണങ്ങൾക്ക് മുൻഗണന നൽകാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിക്കുന്നു. 1ഉം 2ഉമല്ല, ഡ്രോൺ കൂട്ടങ്ങളെയാണ് ആക്രമണങ്ങൾക്കായി തൊടുക്കുന്നത്. ഈ ഡ്രോൺ കൂട്ടങ്ങളെ നിയന്ത്രിക്കുന്നതും AI. മറുവശത്ത് വലിയ സൈബർ യുദ്ധം. ബാങ്കിംഗ് സംവിധാനം, വൈദ്യുതി മേഖല, വിമാനത്താവളങ്ങൾ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ നിശ്ചലമാക്കാൻ സൈബർ യുദ്ധങ്ങൾ കൊണ്ട് കഴിയും. ശത്രുവിൻ്റെ നിലതെറ്റിക്കാൻ സോഷ്യൽ മീഡിയ യുദ്ധവും പലപ്പോഴും അവലംബിക്കാറുണ്ട്. വ്യാജ വാർത്തകളുടെ പെരുമഴ, ഡീപ് ഫേക്ക് വീഡിയോകളിലൂടെ ശത്രുവിൻ്റെ മാനസിക നില തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക്. വലിയ മനഃശാസ്ത്ര പ്രചരണമാണ് സോഷ്യൽ മീഡിയ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ യുദ്ധത്തിൽ അവലംബിക്കുന്നത്. നേർക്കുനേരുള്ള യുദ്ധം എന്നേ അവസാനിച്ചു. മറുവശത്ത് ഉപരോധങ്ങളും സാമ്പത്തിക യുദ്ധങ്ങളുമൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ. മറുവശത്ത് ബഹിരാകാശ യുദ്ധവും പ്രോക്സി വാറുകളും. ഇവിടെയാണ് നമ്മൾ ലോകത്താദ്യമായി ഒരു മനുഷ്യരഹിത ബോട്ട് സമുദ്രത്തിൽ നിന്നും ജീവനോടെ സൈനികരെ രക്ഷിച്ചെടുത്ത ആ അത്ഭുത ദൗത്യത്തിൻ്റെ കഥ മനസ്സിലാക്കേണ്ടത്. അറബിക്കടൽ, ഒമാൻ ഉൾക്കടൽ എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് പട്രോളിംഗ് നടത്തുകയായിരുന്നു അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ. AH-64 അപ്പാച്ചെ ഹെലികോപ്റ്ററുകളെ പ്രത്യേകതയുള്ളതായി മാറ്റുന്നത് അവയുടെ സുരക്ഷിതത്വം തന്നെയാണ്. എന്നാൽ ഇറാൻ തൊടുത്തിയൊരു ഡ്രോൺ ആക്രമണത്തിൽ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകരുന്നു. അതിലുള്ള 2 പൈലറ്റുമാർ നേരെ കടലിലേക്ക്. ലോകം പതിവ് പോലെ അമേരിക്കയുടെ ഒരു വലിയ റെസ്ക്യൂ സംഘത്തെ അവിടെ പ്രതീക്ഷിച്ചു. ഒരു വൻ സന്നാഹം. യുദ്ധക്കപ്പലുകളും റെസ്ക്യൂ ഹെലികോപ്റ്ററുകളും വലിയ കമാൻഡോ സംഘങ്ങളുമൊക്കെ നീങ്ങി തങ്ങളുടെ വൈമാനികരെ രക്ഷിച്ചെടുക്കുന്ന കാഴ്ച. എന്നാൽ ഒന്നും അവിടെ കാണുന്നില്ല. പകരം മനുഷ്യനില്ലാത്ത കമ്പ്യൂട്ടർ ചിപ്പും സെൻസറുകളും കൊണ്ട് മാത്രം നിയന്ത്രിക്കുന്ന ഒരു ഡ്രോൺ ഷിപ്പ് ആ മേഖലയിലേക്ക് പുറപ്പെടുന്നു. ഒരു മനുഷ്യരഹിത ബോട്ടിൽ ആ 2 വൈമാനികരെ രക്ഷിച്ചെടുത്ത അത്ഭുത കഥ നമ്മൾ അറിയണം. ജൂൺ 9 പ്രാദേശിക സമയം പുലർച്ചെ 3:30 ആ സംഭവം നടന്നത്. ഹോർമുസ് കടലിടുക്കിൽ പതിവ് നിരീക്ഷണം നടത്തുകയായിരുന്ന അപ്പാച്ചെ ഹെലികോപ്റ്റർ ഡ്രോൺ ആക്രമണത്തിൽ തകരുന്നു. കനത്ത ജാഗ്രതയിലായിരുന്നു ഹെലികോപ്റ്റർ പറന്നത്. എങ്കിലും അപ്രതീക്ഷിതമായ ആളില്ല വിമാനം തങ്ങളുടെ ഹെലികോപ്റ്റർ തകർത്തു എന്ന് അമേരിക്ക മനസ്സിലാക്കിയ നിമിഷങ്ങൾ. നിയന്ത്രണം നഷ്ടമായി ഹെലികോപ്റ്റർ കടലിലേക്ക് പതിച്ചു. ഇറാൻ നിർമ്മിത ഷാഹിദ് 1-വേ അറ്റാക്ക് ഡ്രോണാണ് ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ചത്. ആദ്യഘട്ടത്തിൽ ഇറാൻ ആക്രമണത്തിൽ തങ്ങളുടെ ഹെലികോപ്റ്റർ തകർന്നു എന്ന് അമേരിക്കയുടെ പ്രസ്താവന. എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തി. തങ്ങളുടെ ആക്രമണത്തിലല്ല അമേരിക്കൻ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നത്. ആക്രമണത്തിൽ ഹെലികോപ്റ്റർ തകർന്നുവെന്നും പൈലറ്റുമാർ രക്ഷപ്പെട്ടു എന്നും അമേരിക്ക തുടർന്ന് സ്ഥിരീകരിച്ചു. കഠിനമായ പരിശീലനത്തിലൂടെയാണ് അപ്പാച്ചെ ഹെലികോപ്റ്റർ പൈലറ്റുമാരായി അവർ പ്രവർത്തിക്കുന്നത്. ഇത്തരം ദുഷ്കര സാഹചര്യങ്ങളെ നേരിടാൻ അവർക്ക് അതിനുള്ള കരുത്തുണ്ട്. തങ്ങളുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങളും ഫ്ലോട്ടേഷൻ ഡിവൈസുകളുമൊക്കെ ഉപയോഗപ്പെടുത്തി എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും കടലിൽ അതിജീവിക്കാൻ അവർക്ക് കഴിയും. അങ്ങനെ അവർ ഉപരിതലത്തിൽ തങ്ങളെ രക്ഷിക്കാനെത്തുന്ന ആ മനുഷ്യക്കൂട്ടങ്ങളെ കാത്തുകിടന്നു.
സാധാരണയായി ഇത്തരം ഘട്ടത്തിൽ കോമ്പാക്റ്റ് സെർച്ച് ആൻഡ് റെസ്ക്യൂ മിഷൻ ആരംഭിക്കും. മേഖലയിൽ കനത്ത സംഘർഷാവസ്ഥ. ഇറാനിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും അപകടകരമായ ഡ്രോണുകൾ വന്നു പതിക്കാം. മറുവശത്ത് കടലിൻ്റെ പല ഭാഗങ്ങളിലും അവർ മൈനുകൾ ഒളിപ്പിച്ചിട്ടിരിക്കുന്നു. ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്തിയാൽ ഒരുപക്ഷെ കൂടുതൽ സൈനികരുടെ ജീവൻ നഷ്ടമാകും. അമേരിക്ക ഈ പ്രത്യേക ദൗത്യമേൽപ്പിച്ചത് അമേരിക്കയുടെ ടാസ്ക് ഫോഴ്സ് 59 എന്ന വിഭാഗത്തെ. അവരിത കോർസെയർ എന്ന തങ്ങളുടെ രഹസ്യായുധം പുറത്തെടുക്കുന്നു. പിന്നീട് ലോകം കണ്ടത് അത്ഭുതകരമായ മിന്നൽ നീക്കങ്ങൾ. കടലിൽ വീണ സൈനികരുടെ അടിയന്തര ബീക്കൺ സന്ദേശങ്ങൾ ലഭിച്ചതിന് തൊട്ടുപിന്നാലെ അവരുടെ ആളില്ല ഷിപ്പ് യാത്ര തുടങ്ങുന്നു. അതേ പ്രദേശത്ത് നേരത്തെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന കോർസെയർ എന്ന സ്വയം നിയന്ത്രിത ഡ്രോൺ ബോട്ടാണ് ഈ ഓപ്പറേഷൻ ദൗത്യം ഏറ്റെടുക്കുന്നത്. റഡാറുകൾ, ഇലക്ട്രോ ഓപ്റ്റിക്കൽ ക്യാമറകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നാവിഗേഷൻ സിസ്റ്റം ഇവയാണ് ഈ ആളില്ല ഷിപ്പിനെ നിയന്ത്രിക്കുന്നത്. സൈനിക ഹെലികോപ്റ്റർ തകർന്നു. ഇതിൻ്റെ മറവിൽ അമേരിക്ക തങ്ങൾക്കെതിരെ ആക്രമണത്തിന് ശ്രമിച്ചേക്കാം. കൂടുതൽ ജാഗ്രത എല്ലാ സേനകളും പുലർത്തണം. ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമം സംപ്രേഷണം ചെയ്ത വാർത്ത. അപ്പാച്ചയുടെ പൈലറ്റും ഗണ്ണറും കടലിൻ്റെ ഉപരിതലത്തിൽ. എപ്പോൾ വേണമെങ്കിലും ശത്രു അവിടേക്ക് ഇരച്ചെത്താം. പൈലറ്റ് പുറപ്പെടുവിച്ച ബീക്കൺ ലക്ഷ്യമാക്കിയാണ് കോർസെയർ ഓട്ടോണോമസ് ഉപരിതല കപ്പൽ പുറപ്പെടുന്നത്. അതിൻ്റെ ഓൺബോർഡ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കപ്പൽ അടിയന്തര ബീക്കൺ സിഗ്നലിലേക്ക് നീങ്ങുന്നു. അപകടം നടന്ന് ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ ഈ ആളില്ല കപ്പൽ വൈമാനികരുടെ അടുക്കലെത്തി. തുടർന്ന് 2 ജീവനക്കാരെയും സുരക്ഷിതമായി ഓൺ ബോർഡിലാക്കി. അവരെ നേരിട്ട് കരയിലേക്ക് എത്തിക്കുന്നതിന് പകരം കപ്പൽ കടലിലെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. അവിടെ എത്തിയപ്പോൾ ഇതാ ഒരു സൈനിക ഹെലികോപ്റ്റർ. ആ കപ്പലിൽ നിന്ന് വൈമാനികരെ ഉയർത്തി നേരെ ഹെലികോപ്റ്ററിലേക്ക്. ഇക്കഴിഞ്ഞ മാർച്ച് അവസാനത്തോടെ ടാസ്ക് ഫോഴ്സ് ഇത്തരം ഡ്രോണുകളെ ആ മേഖലയിൽ വിന്യസിച്ചിരുന്നു. നവംബർ മാസം ഞാൻ അമേരിക്കയിലെ ഓസ്റ്റിനിൽ പോയിരുന്നു. യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു കമ്പനിയുടെ പേര് വീണ്ടും വാർത്തകൾ വായിക്കുമ്പോൾ അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. ടെക്സസിലെ ഓസ്റ്റിനിൽ നിന്നുള്ള സറോണിക് ടെക്നോളജീസ് വികസിപ്പിച്ചെടുത്ത ഒരു സ്വയംഭരണ ഉപരിതല കപ്പലാണ് ആ വൈമാനികരുടെ രക്ഷയ്ക്കെത്തിയത്. 24 അടി നീളമുള്ള ഒരു കപ്പൽ. നാവികരെയോ വലിയ കപ്പലുകളെയോ അനാവശ്യമായ അപകട സാധ്യതകൾക്ക് വിധേയമാക്കാൻ കമാൻഡർമാർ ആഗ്രഹിക്കാത്ത മത്സരാധിഷ്ഠിത സമുദ്ര പരിതസ്ഥിതികളിൽ പ്രവർത്തിക്കാൻ തയ്യാറാക്കപ്പെട്ട പ്രത്യേക വാഹനം. കോർസെയറിന് വിശാലമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും. ഡീസൽ ഇന്ധനത്തിലാണ് ഈ കപ്പൽ ഓടുന്നത്. 35 നോട്ടിക്കൽ മൈൽ വരെ വേഗത കൈവരിക്കാൻ കഴിയും. 1000 പൗണ്ട് വരെ ഭാരമുള്ള പെലോഡുകൾ വഹിക്കാനും ഇവയ്ക്കാവും. 1000 നോട്ടിക്കൽ മൈലിൽ കൂടുതൽ ദൂരത്തിൽ യാത്ര ചെയ്യാനും ഇവർക്ക് കഴിയും. സ്ഥിരമായ ഓപ്പറേറ്റിംഗ് ഇൻപുട്ട് ആവശ്യമുള്ള റിമോട്ട് കൺട്രോൾ ക്രാഫ്റ്റിൽ നിന്ന് വ്യത്യസ്തമാണ് കോർസെയർ. ദീർഘകാലത്തേക്ക് സ്വയം ഭരണാധികാരത്തോടെ പ്രവർത്തിക്കാൻ ഈ കപ്പലിന് കഴിയും. തിരക്കേറിയ സമുദ്ര സാഹചര്യങ്ങളിലൂടെ അവൻ മുന്നേറും. വെല്ലുവിളി നിറഞ്ഞ സമുദ്ര സാഹചര്യങ്ങളിലൂടെയും അവൻ സഞ്ചരിക്കും. ഇന്ധന ഉപയോഗവും വൈദ്യുതി ആവശ്യകതകളുമൊക്കെ സ്വയം പര്യാപ്തതയോടെ കൈകാര്യം ചെയ്യും. ഇതിൻ്റെ ഓൺബോർഡ് സോഫ്റ്റ്വെയർ ദീർഘകാലം പ്രവർത്തനക്ഷമമായിരിക്കും. കപ്പലിന് ദിവസങ്ങളോളം ഒരു സ്റ്റേഷനിൽ തുടരാൻ കഴിയും. ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിക്കുന്നതുവരെ സ്ഥിരമായ സെൻസർ പ്ലാറ്റ്ഫോമായി ഫലപ്രദമായി ഇവൻ പ്രവർത്തിക്കും. ഇത്തരം സവിശേഷതകൾ ഈ കപ്പലിനെ വ്യത്യസ്തമാക്കുന്നു. രഹസ്യാന്വേഷണം, ലോജിസ്റ്റിക്സ് പിന്തുണ, സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ, തിരയൽ, രക്ഷാ ദൗത്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ സൈനിക റോളുകൾക്ക് ഇവ അനുയോജ്യം. ആകാശ ഡ്രോണുകളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ സമുദ്ര ഡ്രോണുകളെക്കുറിച്ച് കേൾക്കുന്നത് ഇതാദ്യം. ചുരുക്കത്തിൽ നാവിക യുദ്ധങ്ങളുടെ മുഖച്ഛായ മാറ്റുകയാണ് ഇപ്പോൾ അമേരിക്കൻ നാവികസേന. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യൻ യുദ്ധക്കപ്പലുകളെ തകർക്കാൻ യുക്രൈൻ ചെറിയ സീ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. സാരോണിക് ടെക്നോളജീസ് എന്ന കമ്പനിയുടെ അമ്പരപ്പിക്കുന്ന കണ്ടുപിടുത്തമാണ് ഈ വിജയത്തിനു പിന്നിൽ. 2022 സെപ്റ്റംബറിൽ ആരംഭിച്ച ഒരു കമ്പനി ചുരുങ്ങിയ കാലം കൊണ്ട് US നേവിയിൽ നിന്ന് $392 മില്യൺ പ്രൊഡക്ഷൻ കരാർ നേടുന്നു. ഈ വർഷം ഏപ്രിലിൽ നടന്ന ഫണ്ടിങ്ങിലൂടെ കമ്പനിയുടെ മൂല്യം $9.25 ബില്യൺ വളർന്നു. മുൻ US നേവി സീൽ ഉദ്യോഗസ്ഥ ഡീനോ മൗറക്കാസ് ആണ് കമ്പനിയുടെ CEO. 2021 US നാവികസേന സ്ഥാപിച്ച ഒരു യൂണിറ്റാണ് ടാസ്ക് ഫോഴ്സ് 59. ബഹ്റിൻ ആസ്ഥാനമാക്കി ആളില്ലാ സമുദ്ര സാങ്കേതിക വിദ്യകളിലൂടെ
പ്രവർത്തന ദൗത്യങ്ങളിൽ പര്യവേഷണം ചെയ്യാനും പരീക്ഷിക്കാനും സജ്ജമായ ഒരു യൂണിറ്റ്. വിശാലമായ സമുദ്രം തുടർച്ചയായി നിരീക്ഷിക്കാൻ കഴിവുള്ള ഒരു ഡിജിറ്റൽ സമുദ്ര നിരീക്ഷണ ശൃംഖല എന്നാണ് ഈ ഡിവിഷനെ അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. സമുദ്ര ഡ്രോണുകൾ നിരവധി ഗുണങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. അവയ്ക്ക് നിരീക്ഷണ ദൗത്യങ്ങൾ വളരെ എളുപ്പം ഏറ്റെടുക്കാൻ കഴിയും. ഷിപ്പിംഗ് പാതകൾ നിരീക്ഷിക്കാനും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാനും സൈനിക ഉദ്യോഗസ്ഥർക്കുള്ള അപകട സാധ്യതകൾ കുറയ്ക്കാനും ഇവയ്ക്ക് കഴിയും. സാരോണിക്കിൻ്റെ ചില അത്ഭുത കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ദീർഘകാലത്തേക്ക് വിന്യസിക്കാനുള്ള കപ്പലുകളുടെ പരീക്ഷണം പൂർണ്ണമായി വിജയിച്ചു എന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഇക്കഴിഞ്ഞ മെയ് മാസം 180 അടി നീളമുള്ള വലിയ സ്വയംഭരണ കപ്പലായ മറൗഡർ മീഡിയം കമ്പനി അവതരിപ്പിച്ചിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ ഇത് ഡിസൈൻ ഘട്ടത്തിൽ നിന്ന് മാറി ജലപരീക്ഷണങ്ങളിലേക്ക് പുരോഗമിക്കുമെന്ന് കമ്പനി ഉറപ്പു തരുന്നു. മറൗഡറിന് 25 നോട്ടിൽ സഞ്ചരിക്കാനും 5400 നോട്ടിക്കൽ മൈൽ വരെ സഞ്ചരിക്കാനും കഴിയും. ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ ഉൾപ്പെടെ 150 മെട്രിക് ടൺ വരെ ഭാരം വഹിക്കാനും കഴിയും. ചുരുക്കത്തിൽ ആളില്ല കപ്പലുകൾ വലിയ കണ്ടെയ്നറുകളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ച അത്ഭുതമാണ് എപ്പോഴും ലോകം നമുക്ക് കാട്ടിത്തരുന്നത്. അതുതന്നെയാണ് യുദ്ധമേഖലയിൽ പ്രത്യേകിച്ച് അമേരിക്കൻ നാവികസേന ഇപ്പോൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നതും അത്തരമൊരു അത്ഭുതം തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.